ന്യായാധിപനായിരുന്ന പിലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു തെറ്റും അവൻ കാണുന്നില്ല. അവസാനത്തിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത യേശു കാൽവരി ക്രൂശിൽ 3 ആണികളിൽ അവൻ തകർക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ അകൃത്യത്തിനായുള്ള അവൻ ശിക്ഷ അവന്റെ മേലായി തീർന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ കടന്നു വരുവാനായിട്ടിടയായി. ഈ വൈകുന്നേര സമയം എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, പാപമില്ലാത്ത യേശു എന്തിനു വേണ്ടി തകർക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്റെ നിങ്ങളുടെയും ജീവിതത്തിനകത്ത് അവൻ പാപങ്ങൾ അവനാണ് അവിടുത്തെ കാൽവരി ക്രൂശിൽ അവൻ ഏറ്റുവാനായിട്ടിടയായി തീർന്നത്. അവൻ ഈ ലോകത്തിൽ അനേക തത്വശാസ്ത്രങ്ങളും അവൻ ഗുരുക്കന്മാരും പ്രത്യയ ശാസ്ത്രങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വൈകുന്നേര സമയം നിങ്ങൾ ചോദിക്കട്ടെ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഏതെങ്കിലും ഗുരുക്കന്മാർ കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ കർത്താവായ യേശു സവിസ്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഈ ലോകത്തിൽ വന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പാപത്തിനു വേണ്ടി മനുഷ്യന്റെ പാപഭാരത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ സ്വന്തം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് പാപരഹിതനായിരുന്നു. അവൻ പാപരഹിതനായ ഒരാൾക്ക് മാത്രമേ പാപമുള്ള വ്യക്തിയെ വിടുവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. യേശു കർത്താവ് ഒരിക്കലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുരുടന് ഒരിക്കലും വഴി കാണിക്കാൻ കഴിയില്ല, അവൻ ഇരുവരും കുഴിയിൽ വീഴുവാനായിട്ടിടയായി തീർന്നു. ഈ ലോകത്തിൽ വന്നിരിക്കുന്ന അനേക വ്യക്തിത്വങ്ങൾ ഗുരുക്കന്മാരെല്ലാം ആ നിലവാരത്തിലുള്ള ജീവിതത്തിലായിരുന്നു. അവൻ അവർക്കാർക്കും പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോൾ പാപരഹിതനായ യേശു എന്റെ നിങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് കടന്നു പോകുവാനിടയായി. തലയിൽ മുൾക്കിരീടധാരിയായി, കൈകാലുകളിൽ അടിക്കപ്പെട്ടവനായി, അറവശാലയിലെ അറവുമാട് തൂങ്ങിക്കിടക്കുന്നത് പോലെ എന്റെ യേശു എന്തിനു വേണ്ടി തകർക്കപ്പെട്ടവന് സ്നേഹിത, എന്റെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമാണ് അവിടുന്ന് കാൽവരി ക്രൂശിൽ ചുമക്കുവാനിടയായി തീർന്നത്. എന്റെ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നാം പാപം ചെയ്തതുകൊണ്ട് അവിടുന്ന് തലയിൽ മുൾക്കിരീടധാരിയായി, എന്റെ നിങ്ങളുടെ കരങ്ങൾ ദോഷം ചെയ്തതിനാൽ അവിടുത്തെ കരങ്ങളിൽ അടിക്കപ്പെട്ടു. നമ്മുടെ കാലുകൾ ദോഷത്തിലേക്ക് ചലിച്ചതുകൊണ്ട് അവിടുത്തെ കാലുകളിൽ അടിക്കപ്പെട്ടു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് അവൻ വീരനായി തീർന്നത് അവൻ എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് മരിക്കുക മാത്രമല്ല, 3-ാം ദിവസം കല്ലറകളെ തുറന്ന് അതിശക്തിയോടുകൂടെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്നും ജീവിക്കുന്ന കർത്താവായി ഉയരത്തിൽ വാഴുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയം പാപഭാരത്താൽ നിറഞ്ഞിരിക്കുകയാണോ? രോഗങ്ങളും പ്രശ്നങ്ങളും ശാപങ്ങളും നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. ഈ വൈകുന്നേര സമയം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അതിൽ നിന്നൊരു വിമോചനം തരുവാൻ ഒരൊറ്റ നാമമേ ഈ ലോകത്തിലുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും നിത്യമായ ജീവനിലേക്ക് എത്തുവാൻ കഴിയില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിനെടുക്കുവാനും കഴിയില്ല എന്ന് പറഞ്ഞ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതേ മാന്യ സ്നേഹിതരെ, ലോകത്തിലെ ഒരു ഗുരുക്കന്മാർക്കും നേതാക്കന്മാർക്കും പ്രത്യയശാസ്ത്രങ്ങൾക്ക് പറയാൻ കഴിയാത്ത ശക്തമേറിയ പ്രസ്താവനകൾ അവിടുന്ന് നടത്തുക മാത്രമല്ല, അത് അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് മാതൃകയായി കാണിക്കുവാനായിട്ടിടയായി തീർന്നു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ വൈകുന്നേര സമയം എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയോടെ ഈ സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്നതെന്ന്. അനേക ഇടങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പാപത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും പലതിനെയും ആശ്രയിച്ച് പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടില്ല. ഒരു മരുഭൂമിയിൽ ഒരു മരീചിക പോലെ സമാധാനവും സന്തോഷവും ഒക്കെ അകലെയായി മാറി നിന്ന സമയത്താണ് ഇതുപോലെ സുവിശേഷ സന്ദേശം ഞങ്ങളുടെ ചെവികളിലെത്തിയത്. ആ സുവിശേഷ സന്ദേശം ഞങ്ങൾ സ്വീകരിച്ച സമയം മുതൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതേമാതിരി സ്നേഹിതരെ, ഈ ലോകം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതൊന്നുകിൽ നിത്യമായ ദുഃഖത്തിലേക്കോ നിത്യമായ സന്തോഷത്തിലേക്കോ മനുഷ്യൻ മാറേണ്ടതാണ്. എന്നാൽ നിത്യമായ സന്തോഷത്തിലേക്കുള്ള അഥവാ നിത്യസ്വർഗത്തിലേക്കുള്ള ഏക വഴി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പാപമോക്ഷം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പാപത്തിന്റെ അനന്തര ഫലങ്ങളാകുന്ന രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. ഈ വൈകുന്നേര സമയം ഞങ്ങൾ വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ പാപമോക്ഷവും ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലും സാധ്യമാണ്. സ്നേഹിതരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാണെന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് വെട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതിന്റെ സാരം നമ്മുടെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ അവിടുന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യേശു ഹൃദയത്തിനകത്ത് വന്നാൽ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും. ഈ സുവിശേഷം എവിടെയൊക്കെ ഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ, വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്ത ഒരൊറ്റ മാർഗമേ ഈ ഉലകത്തിലുണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇന്നും ജനകോടികളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതേമാതിരി സ്നേഹിതരെ, മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ സമാധാനം ലഭിക്കുകയില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും താൽക്കാലികമായ ഒരു സമാധാനം നമുക്ക് നൽകി തരാൻ കഴിയും. വെള്ളത്തിൽ കാണുന്ന നീർക്കുമിളകൾ പോലെ അല്പസമയത്തേക്ക് ഒരു സമാധാനമോ സന്തോഷമോ ഒക്കെ ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും. പക്ഷേ ശാശ്വതമായ സമാധാനം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ തരുവാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കൽ ശബരിയ എന്ന പട്ടണത്തിലുള്ള ഒരു സ്ത്രീ കർത്താവായ യേശുവിനെ കാണാനായിട്ട് വന്നു. അവൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു വന്നത്. യേശു പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. ഈ ലോകം കൊടുക്കുന്ന എന്തിനും മനുഷ്യന്റെ ദാഹം മാറ്റുവാൻ കഴിയില്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി തീരുമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി മാത്രമേ ഈ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശുവാണ്. എന്റെ മക്കളെ സംസ്കരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ പാപത്തിന്റെ മോക്ഷം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. പാപഭാരം പോലെ നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പാപത്തിന്റെ മോചനത്തിനു വേണ്ടി പല സ്ഥലങ്ങൾ സന്ദർശിച്ചും പല നേർച്ചകാഴ്ചകൾ ചെയ്തിട്ടും എന്റെ പാപത്തിന്റെ മോക്ഷം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വേദനയോടെയാണോ നിങ്ങൾ കേൾക്കുന്നത്? മാന്യ സ്നേഹിതരെ, ഒരു നിമിഷം യേശുവിന്റെ ജീവിതത്തിൽ വിളിച്ചു നോക്കൂ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഒരുപക്ഷെ പുറമെ പറയാൻ കൊള്ളാത്തതായിരിക്കാം. കൊലപാതകമോ അങ്ങനെയുള്ള വലിയ പാപങ്ങൾ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ വചനമായ ബൈബിൾ ഇങ്ങനെ പറയുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അതിന്റെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. തലയിലെ രോമങ്ങളെക്കാൾ അധികമായ നമ്മുടെ പാപം മോചിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഈ ഉലകത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഈ യേശു കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനം തരാൻ കർത്താവായ യേശു ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ പകൽ വെളിച്ചത്തിൽ സൂര്യനെ ഉദിപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന് നമ്മുടെ മെഴുകുതിരിവട്ടങ്ങളുടെ ആവശ്യമില്ല. സ്നേഹിതരെ, ലോകത്തിൽ ഇടിമുഴക്കുന്ന ദൈവത്തിന് നമ്മുടെ കതിരാവടികളുടെ ആവശ്യങ്ങളില്ല. സ്തോത്ര ദൈവത്തിന് ആവശ്യം നമ്മുടെ ഹൃദയം തകർന്ന് സ്തോത്രമുള്ള ഒരു സമർപ്പണമാണ്, ഒരു പ്രാർത്ഥനയാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു സന്ദേശം കേട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചവരാണ്. എന്നാ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് അങ്ങ് ഈ താണലോകത്തിൽ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. എന്നുള്ള ലളിതമായ ഒരു പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരികയും പാപത്തിന്റെ എല്ലാ അനന്തര ഫലങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യാനിടയായിത്തീരും. സ്നേഹിതരെ, ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ വരവ് ഏതെങ്കിലും ഒന്ന് മനുഷ്യൻ സ്തോത്രം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വചനം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ ജീവിച്ച് കുടുംബത്തിൽ തലവേദനയായി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി പാപം ചെയ്ത് ജീവിക്കുന്ന സ്നേഹിത, നീ ഒരു ദിവസം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതിയുണ്ട്, ഇവിടെ ഹൈക്കോടതിയുണ്ട്.
അതുകൊണ്ട് ഇവിടുത്തെ നീതി വ്യവസ്ഥിതികളെല്ലാം ആമൻ ഉയരത്തിലുള്ള നീതി വ്യവസ്ഥതയുടെ പതിപ്പുകൾ മാത്രമാണ്. ഉയരത്തിലൊരു കോടതിയുണ്ട്, അവിടെ ഉയരത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ, നിന്റെ മുഴങ്കാലുകൾ ശക്തിയോടെ നിൽക്കുമോ? അതേ മാന്യ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നാം എടുക്കേണ്ട സമയം നാളെയല്ല, ഇന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഈ വാക്കുകൾ കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിക്കുമോ? ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗത്തിന് അടിമയായിരിക്കാം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഒരു നിമിഷം യേശുവേ എന്ന് വിളിക്കുവാൻ ആര് തയ്യാറാകും? ഒത്തിരി പലതിനെയും വിളിച്ചില്ലേ, പലയിടങ്ങളിലും പോയില്ലേ, അതുകൊണ്ടൊന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലല്ലോ. യേശുവിന് ഒരു ദിവസം, ഒരു നിമിഷം, ഒരു അവസരം കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ജീവിതം മാറി മറയുമെന്നുള്ളത് 100% ഞങ്ങളുടെ ജീവിതം സാക്ഷ്യമാണ്. സ്തോത്രകർത്താവായ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഭൂമിയും അതിന്റെ പൊടികളും വെന്തുരുകുവാനുള്ള സമയം ഏറ്റെടുത്തിരിക്കുകയാണ്. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടുന്ന് ഒലിവുമലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അന്ത്യകാലത്തിന്റെ സകല ലക്ഷണങ്ങളും ഇന്ന് ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. താമസമന്യേ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരും. ആദ്യം അവൻ കടന്നു വന്നത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ, രണ്ടാമത് അവിടുന്ന് കടന്നു വരുന്നത് പാപമില്ലാത്ത തന്റെ മക്കളെ എന്നേക്കുമായി ദുഃഖവും വേദനയും കണ്ണുനീരുമില്ലാത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ്. കാര്യത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഒരു ദിവസം ഈ ആകാശ മേഘങ്ങളിൽ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകും. അന്ന് ഈ ഭൂമിയും ഭൂമണ്ഡലവും എല്ലാം അഴിഞ്ഞു മാറും. പിന്നെ ഒരു പുതിയ യുഗം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. യേശു തന്റെ ശിഷ്യന്മാരുടെ അവസാന സമയങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലമൊരുങ്ങിയാൽ വേഗത്തിൽ നിങ്ങളെ വന്ന് ഞാൻ ചേർത്തുകൊള്ളും. അതേ മാന്യ സ്നേഹിതരെ, നിങ്ങളുടെ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? മരണാനന്തര ജീവിതത്തിന്റെ പ്രത്യാശ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 1998 സ്തോത്രം, എന്റെ ജീവിതം വല്ലാത്തൊരു നിരാശ നിറഞ്ഞ ജീവിതമായിരുന്നു. ഒരു ആത്മഹത്യ ജീവിതത്തിൽ ചിന്തിച്ച വ്യക്തിയാണ് ഞാൻ. റെയിൽവേ പാളങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പുകവലിയും ലോകത്തിൻ്റെതായ സിനിമയും ഇങ്ങനെയുള്ള ദുശീലങ്ങളിൽ പിടിപെട്ടുപോയ ഒരു വ്യക്തിയാണ്. വീട്ടിനകത്ത് എല്ലാവർക്കും ഒരു തലവേദനയായി തീർന്ന എന്റെ ജീവിതത്തിനകത്തേക്ക് 1998 ഡിസംബർ മാസം 31 തീയതി കർത്താവായ യേശു കടന്നു വന്നു. എന്റെ അസമാധാനം മാറി, എന്റെ നിരാശ മാറി, എന്റെ വേദന മാറി. സ്തോത്രത്തിന്റെ ജീവിതം അർത്ഥമുള്ളതായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ആ കർത്താവായ യേശുവിന്റെ പാതയിൽ നടക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, നന്മയുള്ളതായി തീരുവാൻ ദൈവം ഇടവരുത്തുന്നു. എന്നോടുകൂടെയുള്ള മാന്യ സ്നേഹിതരുടെ ഒക്കെ ജീവിതം സ്തോത്രം അതിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് യേശു വന്നതിന് ശേഷം ഉള്ള മാറ്റങ്ങൾ വ്യത്യസ്തമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് ഈ ലോക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിന്റെയും പ്രത്യാശ പ്രാപിക്കുവാൻ ഈ വൈകുന്നേര സമയം ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹൃദയഭാരത്തോടെ, വേദനയോടെ യേശുവിന്റെ മുൻപിലേക്ക് വരട്ടെ. സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ വീടുകളിൽ അകത്തിരുന്നായിരിക്കാം ഇത് കേൾക്കുന്നത്, ഏതെങ്കിലും മേഖലകളിൽ ഇരുന്നായിരിക്കാം, എവിടെയും ആയിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയും ഉണ്ട്. യേശുവേ ഒന്നത് വിളിക്കാൻ തയ്യാറായാൽ അടുത്തെത്തുന്നൊരു ദൈവമുണ്ട്. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. മനത്തകർച്ചയോടെ യേശുവിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് ഓടി അടുത്ത് ചെല്ലാം. ഈ വൈകുന്നേര സമയം യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. മനുഷ്യൻ ഏറ്റവും അധികം പേടിക്കുന്ന ഒന്നാണ് മരണം. എന്നാൽ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച അനേക വ്യക്തികളുടെ ജീവിതം ഈ മരണത്തിന്റെ സമയത്തും അവർ സന്തോഷത്തോടെ പാട്ടുകൾ പാടിക്കൊണ്ട് സ്തോത്രം അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന്റെ കാരണം മരണത്തെ ജയിച്ച മരണഭീതിയെ ജയിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു
യേശു ആയതുകൊണ്ടാണ്. അതേപോലെ സ്നേഹിതരെ, എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കൂ. അവൻ യേശുവിനെ വിളിക്കൂ. അവൻ ജീവിതത്തിനകത്തേക്ക് യേശു കടന്നു വരട്ടെ. പാപത്തിന്റെ മോചനം ഉണ്ടാകട്ടെ. പാപത്തിന്റെ അനന്തര ഫലങ്ങളായ രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവൻ നിങ്ങൾക്ക് വിമോചനം ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കടന്നു വരുവാനിടയാകും. കണ്ണുകൾ അടയ്ക്കൂ. ആമൻ. എന്റെ പിന്നാലെ ആമൻ ഈ പ്രാർത്ഥന ആമൻ നിങ്ങൾ എവിടെയായിരുന്നാലും ഏറ്റു ചൊല്ലുക. ആമൻ. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അങ്ങ് താണലോകത്തിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, വാക്കിനാൽ ക്രിയയാൽ എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങേ എന്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വന്നതിന് നന്ദി. എന്റെ പാപങ്ങൾ മോചിച്ചതിന് നന്ദി. മരണാനന്തര പ്രത്യാശ തന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. വാസ്തവമായിട്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെങ്കിൽ സ്നേഹിത, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ലോകത്തിൽ മറ്റൊന്നിനും തരാൻ കഴിയാത്ത സന്തോഷം നാളെയല്ല, ഈ സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഈ ലോക ജീവിതം ഏറ്റവും ഇമ്പകരമായി തീരും, ആനന്ദകരമായി തീരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളെ ഇതുവരെ കേട്ട ഞങ്ങളുടെ ഈ ദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലി മണ്ഡലത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 2026 നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ, അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, സമൃദ്ധിയുടെ, നിറവിന്റെ വർഷമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞങ്ങൾ തന്ന ലഘുലേഖകളിൽ ഒക്കെ ഞങ്ങളുടെ നമ്പറുകളും ആമേൻ ബന്ധപ്പെടാനുള്ള അഡ്രസ്സും ഒക്കെ ഉണ്ട്. ആമേൻ. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ, ഒരു പ്രാർത്ഥന ആവശ്യമെങ്കിൽ മടിക്കരുത്, വിളിക്കണം. ആമേൻ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആമേൻ സഹായിക്കുവാൻ മനസ്സുള്ളവരാണ്. ഈ ദേശത്തെ ദൈവം ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ശബ്ദം കേട്ട് എല്ലാ മാന്യ സ്നേഹിതർക്കും എല്ലാ നന്ദി വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.